കേരളത്തിലെ ഈ രാജവംശങ്ങളെപ്പറ്റി ആ, മനോഹരമായൊരു ലേഖന പരമ്പര ആ, രാമൻ നമ്പൂതിരി എന്ന ഒരു ലേഖകൻ തുടർച്ചയായി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 1970-കളിലാണ് ആ ലേഖന പരമ്പര വന്നത്. ആ ലേഖന പരമ്പരയിൽ രാമൻ നമ്പൂതിരി പറയുന്നുണ്ട്, ജനങ്ങളുമായി ബന്ധമില്ലാതെ അകന്നു കഴിയുവാൻ ആഗ്രഹിക്കുന്നവരാണ് തിരുവിതാംകൂർ രാജ കുടുംബ അംഗങ്ങൾ എന്ന്. ഇത് 1970-കളിലെ സ്ഥിതിയായിരുന്നു. അക്കാലത്ത് തിരുവിതാംകൂർ രാജകുടുംബ അംഗങ്ങൾ ട്രിവാൻഡ്രം പബ്ലിക്കുമായിട്ട് ഇടപഴകിയിരുന്നില്ല. അവർ വളരെ ഒരു ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ആറാട്ട് പോലെയുള്ള സന്ദർഭങ്ങളിൽ പ്രത്യക്ഷപ്പെടുക മാത്രം ചെയ്യുന്ന ആളുകളായിട്ട് അവർ സ്വയം അങ്ങനെയൊരു അതിലേക്ക് അവർ മാറിയിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല. തിരുവിതാംകൂറിലെ രാജകുടുംബ അംഗങ്ങൾ നിരന്തരമായി, അതിൽ ചില ആളുകളെങ്കിലും അതിന് വളരെ പബ്ലിസിറ്റി ഇഷ്ടപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ അവർ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നതിൽ ഒക്കെ താല്പര്യം കാണിക്കുന്നവരാണ്. അവർക്കറിയാവുന്ന കാര്യങ്ങളും അറിയാൻ വയ്യാത്ത കാര്യങ്ങളും ഒക്കെ അവർ ഇൻ്റർവ്യൂവിൽ കൂടി പറയാറുമുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ അത്ഭുതത്തോടെ ഓർക്കുന്നത്, ഈ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യാനന്തരമുള്ള ആ ജീവിതത്തെ പറ്റിയാണ്. അതായത് 1948 തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ മെർജ് ചെയ്യുന്നു. ആ മെർജറിന് ശേഷം അദ്ദേഹം ഒരു തരത്തിലുള്ള ഒരു ന്യൂസ് ബ്രീഫിങ്ങിനും അദ്ദേഹം തയ്യാറാകാറില്ല. അപൂർവം ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം പത്രപ്രവർത്തകരെ വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം ചില ബ്രീഫിംഗ് നടത്തിയിട്ടുണ്ട്. അത് പലപ്പോഴും അദ്ദേഹത്തിന് വേണ്ടിയല്ല, അദ്ദേഹത്തിൻ്റെ അനിയനായ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് വേണ്ടിയായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആ ഇടയ്ക്ക് പട്ടത്ത് ഒരു താര ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ പുതുതായി ആരംഭിച്ചു. അപ്പോൾ ആ താര ഹോട്ടലിൻ്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി, ആ ഹോട്ടൽ തുടങ്ങി എന്ന വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി. പത്രപ്രവർത്തകർക്കും വലിയ കൗതുകമായിരുന്നു. അവരും ആകെപ്പാടെ ഇപ്പോൾ അകന്നു നിന്ന് മാത്രമേ അവരുടെ മുൻ നാടുവാഴിയെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അടുത്ത് നിന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ സന്ദർഭം കിട്ടുമല്ലോ എന്ന് അവർക്കും വലിയ കൗതുകമായി. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജന്മദിനങ്ങൾ തിരുവനന്തപുരത്ത് ശ്രീ ചിത്തിര തിരുനാൾ ലൈബ്രറി ആഘോഷിച്ചിരുന്നു. അവരാഘോഷിച്ചിരുന്നത് വളരെ ഒരു പ്രത്യേക തരത്തിലാണ്. അവരെന്താ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ, ആ ജന്മദിനത്തിൽ ഒരു നാടകം അവതരിപ്പിക്കും. മിക്കവാറും ഒരു സോഷ്യൽ സറ്റയറാണ് അവതരിപ്പിക്കുന്നത്. ആ സോഷ്യൽ സറ്റയർ അവതരിപ്പിക്കുന്നു. അതിന് 2 അവതരണങ്ങളുണ്ടാവും. ഒന്ന് ഒരു പബ്ലിക് അവതരണമായിരിക്കും, 2 ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു അവതരണമായിരിക്കും. ഈ പ്രൈവറ്റ് ആയിട്ടുള്ള അവതരണം എന്ന് പറയുന്നത്, ഈ നടന്മാർ കവടിയാർ കൊട്ടാരത്തിൽ പോയിട്ട് അവിടെ ഒരു സ്കൂൾ ഉണ്ട്, അതായത് രാജകുടുംബ അംഗങ്ങൾക്ക് പഠനത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു വിദ്യാലയത്തിന് വേണ്ടി ക്ലാസ് മുറികളുള്ള ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരിക്കും ഇത് നാടകം അവതരിപ്പിക്കുന്നത്. അത് പക്ഷേ പ്രൈവറ്റ് ഓഡിയൻസാണ്. അവിടെ പൊതുജനങ്ങൾക്കൊന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല. വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള അമച്വർ നടന്മാരാണ് ഈ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിരുന്നത്. NP ചെല്ലപ്പൻ നായരെ പോലെ, TN ഗോപിനാഥൻ നായരെ പോലെ, MG കേശവപിള്ളയെ പോലെ ഒക്കെയുള്ള നാടകകൃത്തുക്കളാണ് ഈ നാടകങ്ങൾ എഴുതിയിരുന്നത്. ട്രാജഡി അവതരിപ്പിക്കരുത് എന്നൊരു അപ്രഖ്യാപിതമായ നിബന്ധന ഉണ്ടായിരുന്നു. കോമഡിയാണ്, പക്ഷേ അതിനകത്തൊരു സോഷ്യൽ ക്രിറ്റിസിസം വേണം, ഒരു കണ്ടൻറ്റ് വേണം. അങ്ങനെയാണ് നാടകങ്ങൾ ഉണ്ടായിരുന്നത്. ആദ്യകാലത്ത് CV രാമപിള്ള, EV കൃഷ്ണപിള്ള തുടങ്ങിയവർ നാടകങ്ങൾ എഴുതിയിരുന്നു. എങ്കിലും ഈ പൊതുജനങ്ങൾക്ക് ഒരു കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന, പിന്നീട് രാജപ്രമുഖനായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ കിട്ടിയിരുന്നില്ല. അത് കാരണം പലരും തെറ്റിദ്ധരിക്കുകയുണ്ടായി അദ്ദേഹം ഒരു അന്തർമുഖത്വത്തിലേക്ക് ഉൾവലിഞ്ഞതായിട്ട്. വാസ്തവത്തിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് സചേതനമായിരുന്നു. അദ്ദേഹം ഈ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. അത്യാവശ്യത്തിന് യാത്രകൾ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് തന്നെ
തമിഴ്നാട്ടിലെ മദ്രാസിൽ, അതുപോലെ ബാംഗ്ലൂരിൽ, അതുപോലെ ബോംബെയിൽ ഒക്കെ അദ്ദേഹത്തിന് തന്നെ വാസസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. അദ്ദേഹം ആസ്പിൻവോൾ കമ്പനിയുടെ ചെയർമാനായിരുന്നു. ആസ്പിൻവോൾ കമ്പനിക്ക് നിലമ്പൂർ എന്ന സ്ഥലത്ത് വിസ്തൃതമായ എസ്റ്റേറ്റുകളുണ്ട്. അവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ആ ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം പോയി താമസിക്കുമായിരുന്നു. കൊച്ചിയിൽ അതുപോലെ ആസ്പിൻവോൾ കമ്പനിക്ക് അവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ അദ്ദേഹം താമസിക്കുമായിരുന്നു. വളരെ ആക്റ്റീവായിട്ടുള്ള, വളരെ സജീവമായ ഒരു ജീവിതമായിരുന്നു വാസ്തവത്തിൽ അദ്ദേഹം നയിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം സംസാരിക്കുമ്പോൾ വളരെ കരുതലോടുകൂടി ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം സംഭാഷണങ്ങൾ അവസാനിപ്പിക്കുവാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പം ഞാനൊക്കെ അദ്ദേഹത്തെ വളരെ അകന്നു നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ അദ്ദേഹമായിട്ട് ചില കത്തിടപാടുകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഞാൻ ഒരിക്കൽ മഹാരാജാവിന് കത്തയച്ചു. അപ്പോൾ അദ്ദേഹം അതിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് മറുപടി അയച്ചത്. പ്രോട്ടോക്കോൾ അനുസരിച്ച് രാജാവിനെ നേരിട്ട്, മുൻ രാജാവിന് ആണെങ്കിലും കത്തുകൾ അയക്കുന്നത് അത്ര ഭംഗിയല്ല. പ്രൈവറ്റ് സെക്രട്ടറിക്ക് കത്തയച്ചാൽ മതി. താങ്കൾ അയച്ചു തന്ന പുസ്തകം വളരെ സ്നേഹപൂർവ്വം അദ്ദേഹം സ്വീകരിക്കുന്നു. അതിനെന്തെങ്കിലും സാമ്പത്തികമായ പ്രതിഫലമോ പാരിതോഷികമോ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു പാരിതോഷികമോ ഒന്നും ആവശ്യമില്ല. എനിക്കിതിനെപ്പറ്റിയൊന്നും അറിയില്ല. ഞാനൊരു പുതിയ കാലഘട്ടത്തിലെ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജനിച്ച ഒരാളായതുകൊണ്ട് ഈ ഒരു പ്രജ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നൊന്നും അറിഞ്ഞുകൂടാ. ഞാനൊരു പൗരനായിട്ടാണ് ജനിച്ചത് തന്നെ, അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് കത്തയച്ചു. അതിനും വളരെ ഒരു സ്നേഹത്തോടു കൂടി, ഒരു വാത്സല്യത്തോടു കൂടിയുള്ള അദ്ദേഹം അതിനെ അംഗീകരിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് പ്രൈവറ്റ് സെക്രട്ടറിയുടെ കത്ത് വന്നു. എനിക്കങ്ങനെ അകന്നു നിന്നും മാത്രമേ അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ അദ്ദേഹത്തിൻ്റെ അനിയനായിരുന്ന ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായിട്ട് എനിക്ക് കുറേ കൂടി അടുപ്പം പുലർത്തുവാൻ സാധിച്ചു. ദൃശ്യമാധ്യമങ്ങൾക്കായിട്ട് ഞാനൊരു 5 തവണയെങ്കിലും അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹവുമായിട്ട് പലപ്പോഴും സംസാരിക്കാനും പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒപ്പം യാത്ര ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. എൻ്റെ ചില സുഹൃത്തുക്കൾക്ക് ചിത്രതിരുനാളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയ ചില സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഞാൻ അതിലെ ഒരു സുഹൃത്തിൻ്റെ അനുഭവമാണ് ഇനി പറയാൻ പോകുന്നത്. അദ്ദേഹം മാത്യു എം കുഴുവേലി. ഒരു പക്ഷേ തീർച്ചയായിട്ടും ഞാനിത് പറയുമ്പോൾ ആ പേര് പലരും കേട്ടിരിക്കും. കാരണം മലയാളത്തിലെ ബാലസാഹിത്യ പ്രസ്ഥാനത്തിന് മറക്കാനാവാത്ത ഒരു നാമമാണ് മാത്യു എം കുഴുവേലിയുടേത്. മാത്യു എം കുഴുവേലിയുടെ മകൻ, ഞങ്ങൾ ബാലൻ എന്ന് വിളിക്കുന്ന KM ജോർജ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. ഇത്രയും 7 പതിറ്റാണ്ടുകളായിട്ട് ആ സൗഹൃദം ഞങ്ങൾ ഇന്നും തുടരുകയും ചെയ്യുന്നുണ്ട്. മാത്യു എം കുഴുവേലി ചിത്രതിരുനാളിനെ പറ്റി അനവധി അനുഭവ കഥകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു അനുഭവ കഥയാണ് ഞാൻ ഇനി വിവരിക്കാൻ പോകുന്നത്. അപ്പോൾ മാത്യു എം കുഴുവേലി സാറിൻ്റെ മകനായിട്ടുള്ള KM ജോർജ് ഒരു ദിവസം ചിത്രതിരുനാൾ അദ്ദേഹത്തിന് മഹാരാജാവ് അല്ലെങ്കിൽ പോലും തിരുവനന്തപുരത്ത് പൗരാവലി പലരും അദ്ദേഹത്തെ മഹാരാജാവായിട്ട് തന്നെ ആണ് അപ്പോഴും അഭിസംബോധന ചെയ്തിരുന്നത്. പിൽക്കാലത്തും അങ്ങനെ തന്നെയാണ് അഭിസംബോധന ചെയ്തിരുന്നത്. ജോർജ് എന്നോട് ഒരു ദിവസം മഹാരാജാവിനോട് പറഞ്ഞു, ഞങ്ങളുടെ പൂർവികർ ഹിന്ദുക്കളായിരുന്നു. ഞങ്ങളുടെ പൂർവികർ പറവൂർ രാജവംശത്തിലെ പെട്ട ഒരു ശാഖയിൽപ്പെട്ടവരാണ് ഞങ്ങളുടെ പൂർവികർ. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഈ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് വളരെ അടുപ്പം ഞങ്ങൾ പുലർത്തുകയും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രേരണയിൽ ഞങ്ങൾ ക്രിസ്തുമതം സ്വീകരിക്കുകയുമാണ് ഉണ്ടായത്. അതിനെ തുടർന്നാണ് ഞങ്ങൾ പറവൂരിൽ നിന്ന് ഞങ്ങളെ രാജകുടുംബം പുറത്താക്കി. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്, യാഥാസ്ഥിതികത്വമുള്ള കാലമാണ്. അങ്ങനെ ഞങ്ങൾ പാലായിൽ വന്ന് താമസിച്ചു. പാലായിൽ ഞങ്ങൾ താമസിക്കുകയും അവിടെ അവിടുത്തെ എസ്റ്റേറ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയൊക്കെ ചെയ്തു എന്ന വിവരം ഞാൻ ബാലൻ എന്ന് വിളിക്കുന്ന KM ജോർജ് ചിത്രതിരുനാൾ മഹാരാജാവിനോട് അറിയിച്ചു.
ഇത് ഒരു 40 വർഷം മുമ്പാണ്. അപ്പോൾ ചിത്ര തിരുനാൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ ബാലന് തിരിച്ച് ഹിന്ദു ആവണോ? അപ്പോൾ ബാലൻ പറഞ്ഞു, അത് ഒക്കുകയില്ലല്ലോ, ഈ ഹിന്ദു മതത്തിലേക്ക് തിരിച്ചാരെയും എടുക്കുകയില്ലല്ലോ, ഈ ഖർ വാപ്പസി ഒന്നും അന്നില്ല, 40 വർഷം മുമ്പുള്ള കഥയാണ്. അപ്പോൾ ചിത്ര തിരുനാൾ പറഞ്ഞു, ബാലന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ അതിന് മുൻകൈ എടുക്കാം. അതായത് ബാലനെ തിരിച്ച് ഹിന്ദു ആക്കാം. പക്ഷേ 1-2 വ്യവസ്ഥകളുണ്ട്. ഒന്ന്, ബാലൻ്റെ അച്ഛനമ്മമാരുടെ സമ്മതം വേണം, ബാലന് കൺവിക്ഷൻ വേണം എന്ന് മാത്രമല്ല, ഈ ചരിത്രപരമായ കാര്യങ്ങൾ എനിക്ക് ബോധ്യവുമാണ്. എനിക്ക് പറവൂർ രാജകുടുംബത്തെ പറ്റിയും അവരുടെ പൂർവ്വകാല ചരിത്രത്തെപ്പറ്റിയൊക്കെ ഞാനും സാമാന്യമായി ചില കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട്. അതിലെ ഒരു ശാഖ ഇങ്ങനെ ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന കാര്യവും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ബാലന് വേണ്ടിയിട്ട് ഇതിന് ഞാൻ മുൻകൈ എടുക്കാം എന്ന് പറഞ്ഞു. ബാലന് അങ്ങനെ ഹിന്ദു ആകാനായിട്ട് തീരുമാനിക്കുന്നു. ചിത്ര തിരുനാൾ ബാലരാമവർമ്മ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. കൊല്ലൂരിലെ മൂകാംബിക ക്ഷേത്രം അതിൻ്റെ വെന്യൂ ആയിട്ട് നിശ്ചയിക്കുന്നു. എന്നിട്ട് പൂഞ്ഞാറിലെ മിത്രം തിരുമേനിയെ, വളരെ പണ്ഡിതനായിട്ടുള്ള ഒരാളാണ്, അദ്ദേഹത്തെ ജ്യോതിഷി എന്ന നിലയിലാണ് മലയാളികൾ അറിയുന്നത്. അടുത്ത കാലത്തും അന്തരിച്ചു. പക്ഷെ വലിയ വേദപണ്ഡിതനാണ്. അദ്ദേഹത്തെ ഇതിൻ്റെ പുരോഹിതനായിട്ട് നിയോഗിച്ചു. അങ്ങനെ ബാലൻ്റെ ബന്ധുക്കളാരും പക്ഷേ ഈ തിരിച്ച് ഹിന്ദു ആവുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കൂട്ടാക്കിയില്ല. കുഴുവേലി സാറ് അപ്പോഴേക്കും ദിവംഗതനായി. സഹോദരന്മാരോ സഹോദരിമാരോ ബാലൻ്റെ ഈ തീരുമാനത്തിനോട് യോജിച്ചില്ല. അവരാരും പങ്കെടുത്തില്ല. ബാലൻ അടുത്ത ചില സുഹൃത്തുക്കളോട് വരാനായിട്ട് ആവശ്യപ്പെട്ടുവെങ്കിലും അവരും ആ സന്ദർഭത്തിൽ അവരും മാറി വിട്ടുനിന്നു. ഏതായാലും ബാലൻ കൊല്ലൂരിൽ പോയി ചിത്ര തിരുനാളിൻ്റെ നിയോഗ പ്രകാരം പൂഞ്ഞാറിലെ മിത്രൻ നമ്പൂതിരി കൊല്ലൂരിൽ എത്തി. അവിടുത്തെ ക്ഷേത്ര പരിസരത്ത് വെച്ച്, അവിടുത്തെ കൃത്യമായി പറയുകയാണെങ്കിൽ സൗപർണിക നദിയിൽ മുങ്ങി കുളിച്ച് മന്ത്രോച്ചാരണം ചെയ്ത് ബാലൻ എന്ന KM ജോർജ് ഹിന്ദു ആവുകയും പുരുഷോത്തമ ഭാരതി എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ പുരുഷോത്തമ ഭാരതി എന്നുള്ള പേര് സ്വീകരിച്ച് ബാലൻ തിരിച്ച് തിരുവനന്തപുരത്ത് വന്നു. ബാലൻ്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്ക് വളരെ വിയോജിപ്പായിരുന്നു ഈ മതമാറ്റത്തിൽ ഉണ്ടായത്. പക്ഷേ ചിത്ര തിരുനാളാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്നതുകൊണ്ട് അവർക്ക് പരസ്യമായി എതിർക്കാനും സാധിച്ചില്ല. ബാലൻ ഈ കാര്യം വളരെ അടുപ്പമുള്ള ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു. ബാലൻ അക്കാലത്ത് ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനായിരുന്നു. ഇടയ്ക്ക് പറയട്ടെ, എക്കണോമിക്സിൽ PhD ഉള്ള ആളാണ് ബാലൻ. ആ എക്കണോമിക്സിൽ PhD ഉള്ള ആളായിട്ടാണെങ്കിൽ കൂടിയും അദ്ദേഹം ലോട്ടറി ഏജൻറ്റുമാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര ലോട്ടറി ഏജൻറ്റ്സ് അസോസിയേഷന് രൂപീകരിക്കുകയും അതിൻ്റെ നേതാവായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ അവരോടും ഈ മതപരിവർത്തനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർക്കും വലിയ അവരിൽ ചില ആളുകളും വിയോജിപ്പൊക്കെ ഉണ്ടാവുകയും ഈ ബാലൻ്റെ അസോസിയേഷനിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു. അതൊന്നും ബാലൻ പകവച്ചില്ല. ബാലൻ പിന്നീട് 15 വർഷം കൂടി കഴിഞ്ഞിട്ട് ആണ് പുരുഷോത്തമ ഭാരതി എന്ന പേര് ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ സന്ദർഭത്തിൽ ബാലൻ ഡൽഹി പോളിറ്റിക്സിൽ എത്തപ്പെടുകയാണ്. ഇപ്പോൾ രാഷ്ട്രീയ ജനതാദൾ എന്ന് പറയുന്ന രാഷ്ട്രീയ ജനതാ പാർട്ടി, ശങ്കർ സിംഗ് വഗേലയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായിട്ട് പുരുഷോത്തമ ഭാരതി മാറുകയും പുരുഷോത്തമ ഭാരതിയുടെ പ്രവർത്തന മേഖല ഡൽഹിയിലേക്ക് വരികയും ചെയ്തു. ഈ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ബാലൻ ഒറ്റപ്പെട്ട ജീവിതമാണ് നയിച്ചത്. അപ്പോൾ ചിത്ര തിരുനാളിന് ബാലൻ്റെ ഈ ഒറ്റപ്പെടൽ അറിഞ്ഞപ്പോൾ വളരെ ദുഃഖം തോന്നി. ഞാനും ഇതിനൊരു നിമിത്തമാണല്ലോ എന്ന്. പക്ഷേ താൻ ചെയ്തത് ശരിയായൊരു തീരുമാനമാണ് എന്ന നിലപാടിൽ അപ്പോഴും
ചിത്തിര തിരുനാൾ ഉറച്ചു നിന്നു. ഞാൻ ബാലൻ പിന്നീട് ഡൽഹി പോളിറ്റിക്സിൽ നിന്നൊക്കെ ബഹിഷ്കൃതനായി തിരുവനന്തപുരത്ത് വരുന്നു. ഇന്നും ബാലൻ വളരെ സജീവമായിട്ട് ബാലൻ്റെ ട്രേഡ് യൂണിയനുമായിട്ട് മുമ്പോട്ട് പോകുന്നു. പുരുഷോത്തമ ഭാരതി എന്ന പേര് അഭിമാനത്തോടു കൂടി അദ്ദേഹം നിലനിർത്തുന്നു. ഇപ്പോൾ സഹോദരന്മാരും അദ്ദേഹത്തിൻ്റെ സഹോദരിമാരുമായിട്ടൊക്കെ രമ്യമായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാരതി അപ്പാർട്ട്മെൻറ്റിലാണ് അദ്ദേഹം താമസിക്കുന്നത്, നന്തങ്കോട്. അദ്ദേഹത്തിനെ മതപരിവർത്തനം തിരിച്ച് ഹിന്ദു ആക്കുന്നതിൽ ചിത്തിര തിരുനാൾ എന്തായിരിക്കും ഇത്രയധികം താല്പര്യം കാണിച്ചത്? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം വ്യക്തമാണ്. അദ്ദേഹത്തെ ഇതുപോലെ മതപരിവർത്തനം നടത്തുവാൻ ചില ആളുകൾ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ ശ്രമിച്ചിരുന്നു. അതിനുള്ള ഒരു ചെറിയ നോബിൾ റിവെഞ്ചായിട്ട് വേണമെങ്കിൽ ഈ സംഭവത്തെ കാണാം.